ഇതി പ്രഥിതപൗരവക്ഷിതിധവേന പൃഷ്ടോ മുനിർഗുരു പരമധർമ്മവിത്സുരനദീതടേ ശ്രീശുക ജഗത്രയഹിതേച്ഛയാ മധുരമാവഭാഷേ ഭവൽ പദപ്രണയ നിർമ്മലോ വ്രജപതേ ഹരേ പാഹി മാം. ഇപ്രകാരം പ്രസിദ്ധമായ പൂർവവംശത്തിൽ ജനിച്ച ആ മഹാരാജാവ് ചോദിച്ചപ്പോൾ ലോകഗുരുവും പരമധർമ്മം നന്നായി അറിയുന്നവനും അവിടുത്തെ പരിശുദ്ധ ഭക്തനുമായ ആ ശ്രീശുക ബ്രഹ്മർഷി ആ ഗംഗാതടത്തിൽ വെച്ച് 3 ലോകത്തിനും ഹിതമരുളുന്നതിനായി രാജാവിനോട് മധുരമായി പറഞ്ഞു, ഹേ ഗോകുലനാഥ, ഹരേ, എന്നെ രക്ഷിക്കണമേ. ലോകത്തിൽ എല്ലാവർക്കും മരണം സംഭവിക്കുന്നതാകയാൽ പരീക്ഷത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ലോകഹിതമായത് തന്നെ. സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം എന്നുണ്ടല്ലോ. വക്താവ് ജഗദ്ഗുരുവായ വ്യാസന്റെ പുത്രനായ ശ്രീശുകനാണ്. ശ്രോതാവ് വിരക്തനായ പരീക്ഷിത്ത് എന്ന രാജർഷി. സദസ്സിൽ പരിശുദ്ധരായ അനേകം മഹർഷിമാരുണ്ട്. സ്ഥലം ഭഗവത് പാദതീർത്ഥമായ ഗംഗയുടെ തടം. ഭാഗവതോപദേശത്തിലുള്ള പശ്ചാത്തലം എല്ലാം കൊണ്ടും ധന്യമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.